Hey guys, അപ്പോൾ സ്ത്രീ മൂവി കണ്ടതിന്റെ ഒരു എൻജോയ്മെന്റ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഓഫ് സ്ത്രീ പാർട്ട് 2 റിവ്യൂ. മാഡ് ഡോഗ് സൂപ്പർ നാച്ചുറൽ യൂണിവേഴ്സിലെ അഞ്ചാമത്തെ മൂവിയാണ് സ്ത്രീ പാർട്ട് 2. സ്ത്രീ പാർട്ട് 1 രൂഹി, ഭേഡിയ, മൂഞ്ചിയ എന്നീ പടങ്ങൾക്ക് ശേഷമാണ് സ്ത്രീ പാർട്ട് 2 ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം എക്സ്പെക്ടേഷൻ ഉള്ള ഒരു മൂവിയാണ്. സ്ത്രീ പാർട്ട് 1 കണ്ടിട്ടുള്ളവർക്കറിയാം, വളരെ ഫൺ ഹൊറർ കോമഡി എന്റർടൈൻമെന്റ് എന്ന് പറയാവുന്ന അടിപൊളി ഒരു മൂവിയായിരുന്നു സ്ത്രീ പാർട്ട് 1. അതുകൊണ്ട് തന്നെ വളരെയധികം എക്സ്പെക്ടേഷൻസോടുകൂടി തന്നെ തിയേറ്ററിൽ പോയി കണ്ട ഒരു പടം കൂടിയാണ് സ്ത്രീ പാർട്ട് 2. അമർ കൗശിക് ആണ് ഇതിന്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ജിയോ ഫിലിംസ് ഇൻ കോമ്പിനേഷൻ വിത്ത് മാഡോക് ഫിലിംസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദിനേശ് വിജയൻ ആൻഡ് ജ്യോതി ദേശ്പാണ്ഡെ ആണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ്. വളരെ അടിപൊളിയായിട്ട് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു, അതുപോലെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഹൊറർ കോമഡി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന അടിപൊളി ഒരു ഉഗ്രൻ എന്റർടൈൻമെന്റ്. ഇറങ്ങിയ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 50 കോടിക്ക് മേളിൽ കളക്ഷൻസ് നേടിക്കൊണ്ട് 2024 ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്താടുകയാണ് സ്ത്രീ പാർട്ട് 2. 5.2 IMDb റേറ്റിംഗ്സിൽ 8.2 ഔട്ട് ഓഫ് 10 ആണ് മൂവിയുടെ കറന്റ് പൊസിഷൻ. രാജ്കുമാർ റാവോ, പങ്കജ് ത്രിപാഠി, ശ്രദ്ധ കപൂർ, അപാർ ശക്തി ഖുറാന, അഭിഷേക് ബാനർജി എന്നിവരാണ് ലീഡ് റോൾസിൽ എത്തുന്നത്. പടത്തിലെ ക്യാമിയോ അപ്പിയറൻസസ് ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ക്യാമിയോ അപ്പിയറൻസസ് ആണ്. സ്ത്രീ പാർട്ട് 1 അതുപോലെ തന്നെ ഭേഡിയ ആയിട്ടുള്ള കണക്ഷൻസ്, പടത്തിന്റെ എൻ ക്രെഡിറ്റ് സീനിൽ അടുത്ത മൂവിയിലേക്കുള്ള അതിന്റെ ഹുക്ക് ഒക്കെ ഒരു രക്ഷയില്ല, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചന്തേരി എന്ന് പറയുന്ന ഗ്രാമത്തിൽ വർഷാവർഷങ്ങളായിട്ട് നടക്കുന്ന മഹാപൂജയുടെ സമയത്ത് അവിടെ സ്ത്രീ എന്ന് പറയുന്ന ആത്മാവ് എത്തുകയും പുരുഷന്മാരെ പിടിച്ചോണ്ട് പോവുകയും ചെയ്യുന്നു. അതായത് വീടിന്റെ ഫ്രണ്ടിൽ ഓ സ്ത്രീ കൽ ആന എന്ന് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീടുകളിൽ കയറുകയും അവിടുന്ന് പുരുഷന്മാരെ പിടിച്ചോണ്ട് പോവുകയും ചെയ്യുന്നതായിരുന്നു പാർട്ട് 1ന്റെ സ്റ്റോറി ലൈൻ. എങ്കിൽ പാർട്ട് 2ലേക്ക് വരുമ്പോൾ അതേ ഗ്രാമത്തിൽ സർക്കട്ടെ എന്ന് പറയുന്ന തലയില്ലാത്ത ഒരു രാക്ഷസനെത്തുകയും അവിടെ മോഡേൺ ആയിട്ട് നടക്കുന്ന സ്ത്രീകളെ പിടിച്ചോണ്ട് പോവുകയും ചെയ്യുന്നതാണ് പാർട്ട് 2ന്റെ സ്റ്റോറി ലൈൻ. പടത്തിൽ ഒട്ടനവധി കോമഡി സീക്വൻസസ് ഉണ്ട്. രാജ്കുമാറിന്റെ ഫൺ എലമെന്റ്സ്, അതുപോലെ തന്നെ ജന എന്ന് പറയുന്ന അഭിഷേക് ബാനർജി അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടർ ആ പടത്തിലേക്ക് എത്തുന്നതോടെ ഒരു രക്ഷയില്ല. മാസ് കോമഡി സീൻസ് ആണ് പടത്തിൽ. നല്ല അടിപൊളിയായിട്ടുള്ള പെർഫോമൻസസ് ആണ് എല്ലാ ക്യാരക്ടേഴ്സിന്റെയും. പങ്കജ് കുമാറിന്റെ രുദ്ര എന്ന് പറയുന്ന ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും, ശ്രദ്ധ കപൂറിന്റെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും, പടത്തിലെ VFX ആകട്ടെ, BGMs ആകട്ടെ, എല്ലാം ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയാവുന്ന രീതിയിൽ അടിപൊളിയായിട്ടുള്ള ഒരു മൂവിയാണ്. തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അതുപോലെ തന്നെ സർക്കട്ട എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു വലിയൊരു രാക്ഷസനാണ്, തല കട്ട് ചെയ്തിട്ടുള്ള ഒരു രാക്ഷസൻ. പുള്ളിക്കാരൻ പടത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന ഓരോ സീനിലും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഹൊറർ എലമെന്റ് കൂടിയുണ്ട്. പക്ഷെ പേടിച്ചോടുവെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ എങ്കിലും നല്ല അടിപൊളി ഞെട്ടിക്കുന്ന ഹൊറർ എലമെന്റ്സ് കൂടിയുള്ള അടിപൊളി ഒരു മൂവിയാണ്. തിയേറ്ററിൽ തന്നെ എല്ലാവരും പോയി വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.